ഇന്ന് ഞാനൊരു കഥ പറയാം. ഞാൻ ഇങ്ങനെ തുടങ്ങിയ എന്റെ പെൻ ഹോൾഡർ അവസാനം ഇങ്ങനെ ആയതിന്റെ കഥ. പറമ്പ് മുഴുവൻ തപ്പി അവസാനം എന്റെ കയ്യിൽ കിട്ടിയ സാധനമാണ് ഈ മിൽക്ക് മെയിന്റെ ടിന്ന്. ഇത് ഏകദേശം തീരാനാവുന്നത് വരെ ഞാൻ ഇതെന്റെ വീട്ടിൽ കണ്ട സാധനമാണ്. തീർന്ന് കഴിഞ്ഞപ്പോ ഇത് എങ്ങോട്ടേക്ക് പോയി എന്നൊരു പിടി എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ഈ പറമ്പ് മൊത്തം തപ്പി ഇത് കണ്ടുപിടിച്ചപ്പോൾ എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വട്ടം ക്രാഫ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാന്ന്. എന്റെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ഇതുവരെ. ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ചെയ്ത് വന്നപ്പോ എന്തോ അങ്ങോട്ടേക്ക് ഒരു മെന വന്നില്ല. അപ്പൊ ഞാൻ ആ ഒട്ടിച്ചതൊക്കെ വലിച്ചു വരച്ച് കളഞ്ഞ് പെയിന്റ് അടിക്കാൻ മടിയായത് കൊണ്ടായിരുന്നു ഞാൻ ഇത് ഒട്ടിക്കാൻ തീരുമാനിച്ചത്. അവസാനം പെയിന്റിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഒരു 3-4 കോട്ട് അടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയെങ്കിലും എനിക്ക് ഇതായി കിട്ടിയത്. ഓൾറെഡി ഉണ്ടാക്കാനുള്ള മൂടൊക്കെ എനിക്ക് പോയതായിരുന്നു. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവസാനം നടന്നില്ലല്ലോ. പിന്നെ ഇതാണെങ്കിൽ പെയിന്റ് അടിച്ച് വന്നപ്പോ ഒരു മെന വരുന്നില്ല. വിചാരിച്ചത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ജപ്പാനീസ് തിയറി ഇല്ലേ, വാബി ഫാബി ഫൈൻഡിങ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ ആൻഡ് സിംപ്ലിസിറ്റി, ആ ഒരു സാധനം മനസ്സിൽ കണ്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് ഉണ്ടാക്കി തുടങ്ങി. അവസാനം ഒരുവിധം ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കി, അങ്ങനെയാണെങ്കിൽ പറയാം. അത്ര ഭംഗിയൊന്നുമില്ല, അത്ര പെർഫെക്ഷനും ഇല്ല, എന്നാലും കൊള്ളാം. നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.